നല്ല പിക്ചറായിരുന്നു. കുറേ നാൾക്ക് ശേഷം ജയറാമിൻ്റെ ഒരു നല്ല പിക്ചറായിരുന്നു. നല്ലതായിരുന്നു. ഇഷ്ടമായി. നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. നല്ല സിനിമ. ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഇമോഷണലായി മൂവി കണ്ടപ്പോൾ തന്നെ. നല്ലൊരു ഫാമിലി മൂവിയാണ്. കുറേ നാളിന് ശേഷം നന്നായിട്ടുണ്ട്. നല്ല രസമായി വന്നിട്ടുണ്ട്. എനിക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു കോംബോ വന്നപ്പോൾ ഭയങ്കര നല്ല മൂവി. ഭയങ്കര എന്താ പറയുക, ആശ മാഡം ഒക്കെ നന്നായി ചെയ്തു. ഭയങ്കര ഇമോഷണലായി സത്യം പറഞ്ഞ ആ മൂവി. ശരി, നമ്മളെ കണ്ണ് നിറയുന്ന ഒരു അടിപൊളി സിനിമ. അടിപൊളി. എനിക്ക് ആശ ചേച്ചി അവരെല്ലാവരുടെയും ഐ തോട്ട് ഇറ്റ്സ് വെരി നൈസ് ഫൺ മൂവി. അതെ, നല്ല സിനിമയാണ്. നല്ല സബ്ജക്റ്റ്. നല്ല മൂവിയാണ്. ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. പേരന്റ് ആൻഡ് ചൈൽഡ് തമ്മിലും ഈഗോ ഉണ്ടാവാം എന്നുള്ള ഒരു പല ഹൗസ് ഹോൾഡിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ലവ് ഓൾവേസ് വിൻസ് എന്നുള്ള ഒരു സ്റ്റോറി മെസ്സേജാണ് അതിനകത്ത്. സൂപ്പർബ് ഓൺ സ്ക്രീൻ. Their chemistry is just amazing and I think they're just like that in real life as well. So it's pretty cool. Definitely. കുറേ മൂമെന്റ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല സിനിമയെക്കുറിച്ചുള്ള ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു പടത്തില്. ഫാന്റാസ്റ്റിക്. It was fantastic. Yes. നല്ല സിനിമ. ഫീൽ ഗുഡ് പടം. നല്ല രസം. നല്ല കോംബോ. ഭയങ്കര റിഫ്രഷിംഗ് സബ്ജക്ട്. ഫാമിലി ഓഡിയൻസിന് എപ്പോഴും ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം. അതിനൊക്കെ ഇതും സിനിമ ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയും കൂടിയാണ്. എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ബാലൻസ് ചെയ്യുന്നുണ്ട്. കുറെ ജയറാമേട്ടന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങനത്തെയുള്ള സിനിമകളൊക്കെ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന നിമിഷം. പിന്നെ ജയറാമേട്ടന്റെ മാസ്റ്റർ പീസ് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇമോഷണൽ നല്ലോണം വർക്കായിട്ട്. അയ്യോ, നല്ല മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ. എന്തായാലും കാണും. ഭയങ്കര ഇമോഷണലായി. ജയറാമേട്ടൻ കാളിദാസ് ആ കോംബോ, ആശ ചേച്ചി ഭയങ്കര രസമുള്ള സിനിമ. അതെ അതെ അതെ. നമുക്ക് കുറേ എല്ലാവർക്കും ടച്ച് ചെയ്യും. സിനിമ എന്ന് മാത്രമല്ല, അല്ലാതെ ഒരു ഫാമിലിക്കൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫിലിം. എല്ലാവരും കാണണം. തിയേറ്ററിൽ തന്നെ പോയി കാണണം. മിസ് ചെയ്യരുത്. അതെ അതെ അതെ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ശേഷം പിന്നെ അങ്ങനെ ആ ഒരു കുറച്ച് റെഫറൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്തായാലും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണും. പടം ഞാനാണ്. നമ്മുടെ പടം നമ്മളാണ് നല്ലതെന്ന് പറയണ്ടേ. നിങ്ങളെല്ലാം കണ്ടിട്ട് നല്ലതെന്ന് പറയണ്ടേ. നല്ല സിനിമ. നല്ലൊരു കുറേ നാളിന് ശേഷം ഒരു ഫാമിലി ഇമോഷണൽ സിനിമയാണ്. പ്രത്യേകിച്ച് ജയറാമിൻ്റെയും കാളിദാസിൻ്റെയും കോംബോ ഭയങ്കര രസമായിട്ട് വർക്കായി. നമുക്ക് അന്ന് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ, അന്ന് കണ്ടതിൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷൻ ആണ്. ഭയങ്കര രസമുള്ള ഇമോഷണൽ സിനിമയാണ്. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല സിനിമ. ഞാൻ എന്താ പറയുക, ഒരുപാട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഓരോരുത്തരുടെ മുഖത്ത് തിയേറ്ററിലിരിക്കുന്ന ഓരോരുത്തരും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊക്കെ അവരുമായി ഇമോഷണലായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് നിന്ന് കണ്ട അവരുടെയൊക്കെ എല്ലാവരുടെയും കണ്ണ് നിറയുന്നത് ഞാൻ അതൊക്കെയാണ് നോക്കിയിരുന്നത്. പിന്നെ എവിടെ നമുക്ക് കൈയടിക്കണം തോന്നുന്ന സ്ഥലത്ത് കൈയടിക്കുകയും, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചിരിക്കും എന്ന് തോന്നിയ സ്ഥലത്തെല്ലാം അതേ റെസ്പോൺസ് കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം. ഇന്ന് കണ്ടതെല്ലാവരും ഒരു കുടുംബ പ്രേക്ഷകരാണ്. അമ്മമാരും സഹോദരിമാരെല്ലാവരും അവരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഒരു വേറെ തലത്തിലാണ് അവർ എൻജോയ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. കാളി ഷൂട്ടിങ്ങിൽ കോട്ടയത്ത് അവിടെ ഒരു വലിയ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. സന്തോഷം. സംസാരിക്കുന്ന സിനിമ കണ്ട നിങ്ങളൊക്കെയാണ് നിങ്ങളാ സംസാരിക്കേണ്ടത്. സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം. താങ്ക് യു.
നല്ല മൂവിയാണ്. ജയറാമേട്ടനും കാളിദാസും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ചേച്ചി വീട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതെ അതെ അതെ. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റ് ആയാലും ചൂടൻദാസ് എല്ലാം നന്നായിട്ട് എല്ലാവരും വരക്കാണ്ട് കുറേ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലിൽ സാധനമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തിയേറ്ററിൽ പോയി കാണാം. അതെ, അതും ജയറാമേട്ടനും കാളിദാസും കൂടെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കറക്റ്റ് ഫാമിലി ഒരു ഫീൽ കിട്ടും. ശരി, നല്ല സിനിമയായിരുന്നു. ഫാമിലി എൻ്റർടൈനറാണ്. പിന്നെ ജയറാമേട്ടനും മോനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ആശ ശരത്തും ഇവർ 3 പേരായിട്ടുള്ള ഒരു ഫാമിലി ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു കഥയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് സമാധാനമായിട്ട് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. എന്തായാലും ഇനിയും കൂടുതൽ ഇതുപോലെ നല്ല ഫാമിലി സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഹോൾ ടീമിന് കൺഗ്രാറ്റ്സ്, ബിക്കോസ് അത്ര നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. ജയറാമേട്ടനും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബിക്കോസ് നമ്മൾ അവരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടിയും അച്ഛനും ഒക്കെ ആയിട്ട് കണ്ടു. അതുകൊണ്ട് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അവരെ വീണ്ടും അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇറ്റ്സ് റിയലി ആൻ എൻ്റർടൈൻമെൻറ്റ്. സോ പടം കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, വളരെ നല്ല മൂവിയാണ്. ലൈക്ക് നമ്മുടെ ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഏത് കാറ്റഗറിയിലുള്ള ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണേലും ഇഷ്ടപ്പെടും. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ യൂത്ത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു യൂത്ത് എന്ന് പറയുന്നത് അവരുടെ പാഷന് വേണ്ടിയിട്ട് കുറേ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ സപ്പോർട്ട്, നമ്മളുടെ പാരൻസ് ചിലപ്പോൾ നമുക്ക് അറിയാണ്ടായിരിക്കും സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക. എല്ലാം ഇങ്ങനെ അറിഞ്ഞു തന്നെ സപ്പോർട്ട് തരണമെന്നില്ല. പക്ഷേ ഭയങ്കര മീനിങ് ഫുള്ളായിട്ട്, അതേപോലെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള മൂവിയാണിത് മിക്ക ഏജ് കാറ്റഗറിയിലുള്ളവർക്കും. ആൻഡ് ഇറ്റ്സ് സോ ഇമോഷണൽ, അതേപോലെ ഭയങ്കര ഫീൽ ഗുഡ് എല്ലാമാണ്. എല്ലാവരും വന്ന് കാണുക. ഒരു പക്ക ക്ലാസ് പടം, നമുക്ക് ബോറടിക്കില്ല. ഒരു വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നല്ലാണ്ട്. അയ്യോ ഭയങ്കര അവരുടെ കോമ്പോ എൻ്റെ കരച്ചിൽ പിടിച്ചു വെക്കാൻ വേണ്ടി അവിടുന്ന് പാടൊക്കെ അറിയായിരുന്നു. ഭയങ്കര എനിക്കൊന്നാമത് ഭയങ്കര ഇമോഷണലാണ്. സിനിമ കാണുമ്പോൾ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് സിനിമ കണ്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കരയുന്നതിനോട് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ മേളിലേക്ക് നോക്കിയിരിക്കരുത് കുറച്ച് നേരം. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എന്നാലേ ആ ഒരു കോമഡി ആണെങ്കിലും അതേപോലെ അതിൻ്റെ ഓരോ ഇമോഷൻ ആണെങ്കിലും നമുക്ക് ഉള്ളിലേക്ക് വരണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വാ. നമ്മുടെ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ എന്ത് കാണിക്കുന്നത്? അപ്പൊ 16 ശതമാനമേ ഉള്ളൂ. എല്ലാവർക്കും സിനിമ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഞാൻ കാളിയുടെ അടുത്തും കൂടി ഷെയർ ചെയ്ത അവിടെ കോട്ടയത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. സോ കാരണം അവർ കണ്ണന് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നത്. താങ്ക് യു. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എൻ്റെ മോളെ ഇവിടെ ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരും ഉണ്ട്. കാളിയുടെ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും. ഡയറക്ടർ ഇവിടെ കണ്ടില്ല. അയ്യോ പ്രജീത്ത് വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒരാളാണ്. സോ താങ്ക് യു. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും പെരുമ്പാവൂർക്കാരാണ്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്.
38 years അല്ലേ. സന്തോഷം. എല്ലാവരും സ്വരൂപ് ഇത്ര മനോഹരമായിട്ട് ഞങ്ങളെ കാണിച്ച ക്യാമറാമാൻ സ്വരൂപ് ഈസ് എ വെരി ബിഗ് പ്ലാൻ. സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ, എല്ലാവരും വന്നതിലും കണ്ടതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും താങ്ക് യു സോ മച്ച്. എഡിറ്റർ, റൈറ്റർ എല്ലാവരും കൂടെ ഉണ്ട്. മ്യൂസിക് ഡയറക്ടർ ആൻഡ് ഞങ്ങൾ ടോട്ടൽ ഗ്രൂപ്പ്. ഞങ്ങൾ ഇന്നത്തെ താങ്ക്സ് പറയേണ്ടത് വൺ ആൻഡ് ഓൺലി ഞങ്ങളുടെ കൃഷ്ണമൂർത്തി ഗോകുലത്തിൻ്റെ ഇത് മാത്രമല്ല, ഈ സിനിമയുടെ എല്ലാം കൃഷ്ണമൂർത്തിയാണ്. എല്ലാവരുടെയും സന്തോഷം. താങ്ക് യു. Good night.